ഹൈ ഫ്രണ്ട്സ് ടൂറിട്ടപ്പോൾ ഹീറോയിൻ വീട്ടേഴ്സും വേറെ അവിടെ നിന്ന് പോയായിരുന്നു. ഹീറോയിൻ ജോലിയായിട്ട് ഫ്രണ്ട്സിനോട് ചെയ്യാൻ പറയുകയാണെങ്കിൽ പിന്നെ വീട്ടേഴ്സ് രണ്ടുപേരും പോയി ബാക്കി മെമ്പേഴ്സിനോട് പറഞ്ഞായിരുന്നു. ബാക്കി മെമ്പേഴ്സ് വെളിയിൽ വന്ന് ഹീറോയിനെ നോക്കി അവർക്ക് ഏഴുപേരും നോക്കിയായിരുന്നു. ശ്രദ്ധിച്ച് എല്ലാവരും ഹീറോയിൻ സെറ്റ് അടിക്കുമായിരുന്നു. അങ്ങനെ ഒരു ആപ്പ് അതായിരുന്നു ജങ്കുക്ക് പറഞ്ഞായിരുന്നു, ഈ ആപ്പിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞായിരുന്നു. അവർ പറഞ്ഞ പോലെ ആപ്പ് നോക്കുക. അതിൽ ഹീറോ എന്ത് സംസാരിക്കില്ല ട്രാൻസ്പോർട്ടായിട്ട് പറയാൻ പറ്റുമോ. അങ്ങനെ 7 പേര് ഹീറോയിനെ കൊണ്ട് അവർക്ക് പിടിച്ച് അത് മാത്രമല്ല അവർ വീട് നോക്കിയായിരുന്നു. അതുകൊണ്ട് ഹീറോ എവിടേക്ക് പോകുന്നതെന്ന് സംസാരിക്കുമായിരുന്നു. ഹീറോയ്ക്ക് കോൾ വന്നു. അങ്ങനെ ദൂരെ വഴി സംസാരിക്കുമായിരുന്നു. ഹലോ അമ്മ, എന്താ പറ്റമ്മ? അല്ല മോളെ, എൻ്റെ ചേച്ചിക്ക് മാരേജിന് കാര്യം. അയ്യോ മറന്നുപോയി അമ്മ. എപ്പോൾ പോകുന്നത്? ഇത് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാമ്മ. നാളെ ബിസി പറഞ്ഞു മോം. അത് ശരിടി, നാളെ അങ്ങ് ഷോപ്പിംഗ് ചെയ്യാം. എന്നിട്ട് ചേച്ചി മാരേജിക്ക് ജോൽസ് അത് ഇത് മേങ്ങ. അങ്ങനെ ഹീറോയിൻ്റെ അടുത്ത് അമ്മ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ ഓക്കെ എന്ന് പറഞ്ഞു. അമ്മ മാരേജ് ശരി അമ്മ. അവ ചേച്ചിക്ക് മാരേജ് അന്നേരത്ത് എനിക്ക് മാരേജ് ചെയ്യിപ്പിക്കണേ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലേ. അയ്യോ നിനക്ക് മാരേജ് ചെയ്യാം മോം, മറക്കാൻ പാടില്ലമ്മ. എനിക്ക് സീനിയറിൻ്റെ ഒത്തിരി ഇഷ്ടമാണ്. അമ്മയ്ക്കും അറിയില്ല, അവർക്കും എന്നെ പിടിക്കും. എനിക്ക് സീനിയർ പ്രൊപ്പോസ് ചെയ്തായിരുന്നു. സീനിയർക്ക് എനിക്ക് മാരേജ് ചെയ്യുന്ന അമ്മ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ശരി പ്രിയ, ടെൻഷൻ ആക്കണ്ട. അങ്ങനെ ഹീറോയി ചിരിച്ചിട്ട് ഫോൺ വെച്ചിട്ട് ജോത്സ്യടുത്ത് പോവാന്ന്. അത് മുതലുള്ള വെച്ച് നീയും കൂടെ വരാൻ പോവാ. അങ്ങനെ ഹീറോയി പറഞ്ഞായിരുന്നു ഫ്രണ്ടിനോട്. ശരി ഓക്കെ എന്ന് 2 ഫ്രണ്ട്സ് സമ്മതിച്ചിരുന്നു. നിൻ്റെ ഫാമിലി വേറെവരുണ്ട്. അയ്യോ ഫ്രണ്ടിനോട് പറയുന്നത് മച്ചി നിൻ്റെ ഫ്രണ്ട് വരുന്നത് ഞങ്ങളെ ഫാമിലി എല്ലാവരും പോകുന്നതാ. അങ്ങനെ ഹീറോയി ചിരിച്ചിട്ട് പറഞ്ഞത് ഒരു വീട്ടിൽ ഷോക്കായിരുന്നു. എന്താ ഇവൾക്ക് ചേച്ചി മാരേജ് ആവുന്ന നെക്സ്റ്റ് ഇവൾക്ക് മാരേജ്. പീറ്റേഴ്സ് മുമ്പർക്ക് അവർ വൈഫ് പറഞ്ഞ് അവർ ആഗ്രഹിച്ച മാറി ഹീറോയുണ്ട് 7 പേർ ഒരു പെണ്ണ് മാരേജ് കഴിക്കണം ഓൾറെഡി അവർ സംസാരിച്ച് വെച്ചായിരുന്നു. അതുകൊണ്ട് ഹീറോയിനെ ശ്രദ്ധിച്ചെന്ന് 7 പേർക്ക് പിടിച്ചായിരുന്നു. 7 പേർ പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് പിടിച്ചിട്ടായിരുന്നു. അതുകൊണ്ട് ഹീറോയിനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. എവിടേക്ക് വരുന്നത് ആ പ്ലേസ് അത് ഹീറോയിൻ ഫ്രൈഡേയുടെ പറഞ്ഞായിരുന്നു. അങ്ങ് പോകുന്ന ആ പ്ലേസൊക്കെ അങ്ങനെ ഹീറോയിനെ ഫോളോ ചെയ്ത് വന്നായിരുന്നു. അങ്ങനെ ഹീറോയിൻ പറയുന്നു ഹീറോയുടെ അടുത്തുണ്ടായിരുന്നു. അവിടെ ഒരാളെ കേട്ടോ നിങ്ങൾക്ക് വേണോ? ഇല്ല എനിക്ക് വേണം. അതൊന്നുമില്ല ഇവിടെയൊക്കെ നോക്കാൻ വന്നതാന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. ആരെ കൂടെ വന്നത്? ഒന്നുമില്ല, ഞങ്ങൾ ബിസിനസ് മാൻ അതെന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങളൊരു ഫേമസ് ഒരു ആക്ടറാണ്. അങ്ങനെ പറഞ്ഞായിരുന്നു. അതോടെ അവർ നമ്പിയായിരുന്നു. അതുമാത്രമല്ല അവരുടെ പണമുണ്ട്. അതിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പണം ഉണ്ടെന്ന് അറിയും. അവർ ഡ്രസ്സെല്ലാം നല്ല റിച്ച് ഡ്രസ്സെല്ലാം ഇട്ടായിരുന്നു. അതുമാത്രമല്ല സെക്യൂരിറ്റീസ് എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശരി ഒരു മീഡിയയിൽ കാണുന്നു. അങ്ങനെയായിട്ട് കുറച്ച് സെക്യൂരിറ്റി ഹീറോയി സംസാരിക്കാനായിട്ട് ഹീറോയുടെ ഫ്രണ്ട് പറയാതായിരുന്നു റോസ് മച്ചി ഇത് ഇന്ത്യ സെറ്റ് താലി ഇതാണ്. വാവ് നല്ല ഭംഗിയുണ്ടല്ലോ ഡിസൈനില്ല. അതെ ഇത് എൻ്റെ ഹസ്ബൻഡ് എനിക്കിങ്ങനെ ഇടണം. അങ്ങനെയായിട്ട് ഹീറോയി പറയാൻ തുടങ്ങിയാണ്. അങ്ങനെയായിട്ട് ഹീറോയി ചിരിച്ചിട്ട് സ്മൈൽ ചെയ്ത് പറയാൻ തുടങ്ങിയായിരുന്നു. ഇതിനായിട്ട് പീറ്റേഴ്സ് മെമ്പർ ഹീറോയി ആ താലിയിലൊന്ന് ശ്രദ്ധിച്ച് നോക്കായിരുന്നു. അതുമാത്രമല്ല ഒരു ട്രഡീഷൻ ഹീറോയി പൂജയോട് പറഞ്ഞു കൊടുക്കായിരുന്നു. പൂജ ഇതാണ് ട്രഡീഷൻ. അതുമാത്രമല്ല ഇന്ത്യൻ മാരേജ് അതൊന്ന് പിന്നെ മഞ്ഞ കളർ എന്നതുണ്ടല്ലേ. അയ്യോ മച്ചേ അത് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ടല്ലോ അത് എങ്ങനെ സൈസ് മാരേജ് ആവുന്നതെന്ന് അറിയൊരു മച്ചേ എന്ന് ഹീറോയി സ്മൈൽ ചെയ്ത് പറയാൻ തുടങ്ങിയായിരുന്നു. ശരി മാരേജ് നടക്കട്ടെ. അങ്ങനെ എൻ്റെ ഹീറോയി പറഞ്ഞായിരുന്നു. ഹീറോയുടെ ഫ്രണ്ട്സ് പറഞ്ഞായിരുന്നു. ഹീറോ ചിരിച്ചിട്ട് ഓക്കെ എന്ന് ഹീറോയി ചിരിച്ചിട്ട് വന്നായിരുന്നു. പീറ്റേഴ്സ് മുമ്പോൾ 7 പേരെ ഹീറോയിനെ വെച്ച് കണ്ണെടുക്കാതെ നോക്കുമായിരുന്നു. 7 പേർ പറഞ്ഞു മച്ചാ. അങ്ങനെയായിട്ട് പീറ്റേഴ്സ് മുമ്പ് ആ പ്ലേസ് പോയി ഈ ആ താലി ഓർഡർ ചെയ്ത് അവർ 7 പേരെ നോക്കുമായിരുന്നു. അതെ ഞങ്ങളെ വൈഫ് ഓക്കെ എന്ന് പറഞ്ഞ് അവർ കൊടുത്തായിരുന്നു. നിങ്ങൾ ഫോറിനാണ്? അതെ ഫോറിൻ. ഞങ്ങളെ വൈഫ് ഇന്ത്യൻ ഗേൾ എന്ന് പറഞ്ഞ് അവർ വെച്ചിട്ട് പറഞ്ഞിട്ട് അവിടെ പണം കൊടുത്തായിരുന്നു. ഇത് എന്ത് ചെയ്യണം ഹീറോയിനെ ഫോളോ ചെയ്ത് വരായിരുന്നു. അതുമാത്രമല്ല ഹീറോയിനെ അവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ എന്ത് ചെയ്യണം മൊത്തം ഫോളോ. പീറ്റേഴ്സ് ആറും പറഞ്ഞു ഞാൻ നോക്കാം ഫസ്റ്റ് വീഡിയോത്തിലെല്ലാം നോക്കിയായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ചേച്ചിക്ക് മാരേജ് നടക്കാൻ പോകുന്നു. ചേച്ചിക്ക് മാരേജ് ആവാൻ നെക്സ്റ്റ് ഇത്ര ദിവസം കഴിഞ്ഞിട്ടായിട്ട് എനിക്ക് എൻഗേജ്മെൻ്റ് ആവാൻ വെച്ച് എന്നെ ഹീറോയി ചിരിച്ചിട്ട് പറയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ അതെ അവരുടെ സംസാരിക്കാൻ പോകുന്നുണ്ട്, എൻഗേജ്മെൻറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഹീറോയിൻ ചിരിച്ചിട്ട് പറഞ്ഞായിരുന്നു ഫ്രണ്ടിനോട്.
എന്നാ വെച്ചാൽ സത്യമാണോ? ആ വീട്ടിലവരോട് സംസാരിക്കാൻ പോകുന്നതിൻ്റെ മോൻ പറഞ്ഞായിരുന്നു. ഇനി പിറ്റേ ഡിസംബർ പറഞ്ഞായിരുന്നു ഓക്കെ അതിന് എൻഗേജ്മെൻറ്റ് ചെയ്യാം. അന്ന് ഓൾറെഡി ചെക്കൻ ചോദിച്ചായിരുന്നു. അതുകൊണ്ട് ഹീറോയി പറയായിരുന്നു അതിന് പിറ്റേ ഡിസംബർ പ്ലാൻ ചെയ്ത്. ഇവൾ ഓക്കെ പറഞ്ഞു പോകാൻ പാടില്ല, ഇവൾ ഫാമിലീസിന് അങ്ങനെ ചെയ്യണമെന്ന്. അങ്ങനെ ഹീറോയുടെ ഫാമിലീസ് നടന്നുകൊണ്ട് പോകുമ്പോൾ ഹീറോയി ഫാമിലി നടന്നു പ്രേ എടുപ്പിച്ചായിരുന്നു. ഹീറോയും എല്ലാവരും ഫാമിലി മയങ്ങി വീണായിരുന്നു. പിന്നെ ഹീറോയിന് നോക്കുമ്പോൾ ഹീറോയ്ക്ക് എല്ലാം ഡ്രസ്സെല്ലാം ചേഞ്ച് ആയി. ഗേൾസ് വെച്ച് ഡ്രസ്സ് ചേഞ്ച് ആയി. പിന്നെ ഹീറോയിൻ്റെ മമ്മി ഡാഡിയെല്ലാം ചെയ്ത് ഞങ്ങളിപ്പോൾ എവിടെയാണ് ഉള്ളത്? ഒരു പിറ്റേഴ്സ് മെമ്പർ പറയാൻ തുടങ്ങി. എല്ലാവരും ഷോക്കായിട്ട് പിറ്റേഴ്സ് മെമ്പർ കണ്ട ഹീറോയിൻ്റെ മമ്മി ഡാഡിക്കൽ ഷോക്കായിരുന്നു. 7 പേർ കല്യാൺ ഡ്രസ്സ് പട്ട് സാരി പട്ട് മുണ്ട് ഷർട്ട് ഇട്ടായിരുന്നു. ഹീറോയിൻ്റെ മമ്മിക്ക് ഷോക്കായി ഡാഡിക്ക്. നിങ്ങൾ BTS മെമ്പറല്ലേ 87 ബോയ്സ്? അതെ അങ്കിൾ, നിങ്ങളെ മോളെ ഞങ്ങളെല്ലാവരും ഓൺസൈറ്റ് ലവ് ചെയ്യുക. അതുമാത്രമല്ല അങ്കിൾ, നിങ്ങളെ മോള് മാരേജ് കഴിച്ചാൽ ഞങ്ങളെ കഴിച്ചോണം അങ്കിൾ എന്ന് ഹീറോയിൻ്റെ മമ്മിയും ഡാഡി സംസാരിക്കുമായിരുന്നു. ശരി ഇവരെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചത് പറഞ്ഞോളാം എന്ന് പറഞ്ഞ് അവർ അകത്ത് പോയി. അങ്ങനെ ഒരു ഹീറോയിൻ്റെ ഡാഡിക്ക് ഒരു ഫോൺ വന്നിരുന്നു. ഹലോ സാർ, നിങ്ങൾ ഡീറ്റെയിൽസ് കേട്ടില്ല സാർ? ഓൻ്റേത് രാഹുലിൻ്റെ ഡീറ്റെയിൽസ്. ഹീറോയുടെ സീനിയർ രാഹുൽ പറഞ്ഞ അതെ, രാഹുൽക്ക് നിറയെ ഗേൾസിനെ കൂടെ നിറയെ കാരണം പറഞ്ഞു. അതുകൊണ്ട് ഹീറോയിൻ്റെ ഡാഡി മമ്മിയിൽ ഷോക്കായിരുന്നു. എന്താ ഇങ്ങനത്തെ വൃത്തികെടവന? അതെ സർ. ശരി, അവർ BTS മെമ്പർ കണ്ട് ഇവർ നല്ല ചെക്കനാണ്. ഹീറോ മമ്മി ഡാഡിക്ക് അതെ നല്ല ക്യാരിങ് നോക്കുന്ന ഹസ്ബൻഡ് വേണം. അതുപോലെ BTS മെമ്പർ കണ്ട ഹീറോയുടെ ഡാഡിക്ക് ഓക്കെ എന്നായി. ഇത് അങ്ങനെ ഹീറോയിൻ്റെ ഫാമിലീസ് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയിനാണ് മമ്മി ഡാഡി പറയാൻ തുടങ്ങി. മോളെ എൻ്റെ ഡാഡ് ഞാനിപ്പോൾ ഇവിടെ അവർ സമ്മതിക്കില്ല. അങ്ങനെയായിട്ട് കുറച്ച് മാരേജ് കഴിക്കാമെന്ന് പറഞ്ഞായിരുന്നു. മമ്മി ഒരു ഐഡിയ പറഞ്ഞു. അതുകൊണ്ട് BTS ഓക്കെ ആയിരുന്നു. കുറച്ച് അടിയാൾ മാറി വിട്ടോണ്ടെന്ന് അങ്ങനെ ഒരു മെറിട്ടായിരുന്നു ഹീറോയിന് മമ്മീൻ്റെ ഡാഡി. നീ ഇവരെ 7 പേരും മാരേജ് കഴിക്കണം, മാരേജ് കഴിച്ചാൽ ഞങ്ങൾ ഇവരെ വിടും. അങ്ങനെ ഹീറോയിൻ മമ്മി ഡാഡി മിരട്ടിയായിരുന്നു. അതുകൊണ്ട്